ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി സോഷ്യൽ സയൻസിൻ്റെ ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ആവശ്യമുള്ളവർ STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യപേപ്പറുകളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെനി ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ. നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ ടൈപ്പ് അനുസരിച്ച്, രീതി അനുസരിച്ച് നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റുകളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Question A. The characteristics of various types of deposits are provided. Arrange them carefully and complete the concept map. പല ഡെപ്പോസിറ്റിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ നമുക്ക് 4 അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫിൽ ചെയ്ത് കൊടുക്കണം. ആദ്യത്തേത് നോക്കൂ. എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഫോർ വിച്ച് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഏൺഡ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്താണ്, ഏത് തരത്തിലുള്ള പൈസയും നിക്ഷേപിക്കാം. അതിന് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ, പലിശ കിട്ടുകയുള്ളൂ. മണി ഈസ് വിത്ഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. ഒരു പ്രത്യേക കാലാവധിക്ക് ശേഷം മാത്രമേ നമ്മൾ നിക്ഷേപിച്ച പണം നമുക്ക് തിരികെ കിട്ടുകയുള്ളൂ. A fixed amount is deposited at regular intervals for a specific period. ഒരു പ്രത്യേക കാലത്തേക്ക് പ്രത്യേക ഇൻ്റർവെല്ലിലായിട്ട്, അതായത് പെർ മന്ത്ലിയോ അല്ലെങ്കിൽ വീക്ക്ലിയോ ആഴ്ചയിലോ ഒക്കെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, പണം ഡെപ്പോസിറ്റ് ചെയ്യുക, ഫിക്സ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുക. ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. നമ്മൾ അടയ്ക്കുന്ന ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടില്ല, പലിശ കിട്ടില്ല. ഇതെങ്ങനെയൊക്കെയാണ് വരും മക്കളെ? നമുക്ക് കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിങ് ഡെപ്പോസിറ്റ് ഉണ്ട്, റെക്കറിങ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള ബാങ്ക് ഡെപ്പോസിറ്റുകളുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്? നോക്കൂ, ആദ്യം കറണ്ട് ഡെപ്പോസിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് എന്നുള്ളത്, അതായത് പലിശ കിട്ടില്ല എന്നുള്ളത്. പിന്നെ സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകതയാണ് എന്ത്? എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഫോർ വിച്ച് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഏൺഡ്. അതുപോലെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് RDയുടെ പ്രത്യേകതയാണ് ഫിക്സഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ്. ഡി ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ നോക്കൂ, മണി ഈസ് വിത്ഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരിയഡ്. ഒരു പ്രത്യേക സമയം കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് നിക്ഷേപിച്ച പണം തിരികെ കിട്ടും എന്നുള്ളത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആക്ടിവിറ്റി 2, ജപ്പാൻ ഈസ് എൻ ഏഷ്യൻ കൺട്രി വിത്ത് എ യുണീക്ക് ജിയോഗ്രഫി, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. പ്രത്യേക തരത്തിലുള്ള ഭൂപ്രകൃതിയും ചരിത്രവും സംസ്കാരവും ഒക്കെ അടങ്ങിയ ഒരു ഏഷ്യൻ കൺട്രിയാണ് ജപ്പാൻ. ക്വസ്റ്റ്യൻ എ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ജപ്പാൻ ഫ്രം ദ ഹിൻസ് പ്രൊവൈഡഡ്. താഴെ നമുക്ക് കുറച്ച് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ജപ്പാനുമായിട്ട് ബേസ് ചെയ്തത് മാത്രം ഏതെന്ന് എഴുതുക. സ്റ്റീപ്ലി ഫോളോയിങ് റിവേഴ്സ്, വാസ്റ്റ് ഡെസേർട്ട്, വിശാലമായ മരുഭൂമികൾ, സറൗണ്ടഡ് ബൈ ദ അറ്റ്ലാന്റിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതുപോലെ ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് എർത്ത് ക്വേക്സ്, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ. ഇതിൽ എന്താണ് 1ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ ബി, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിംഗ് മോർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ലിറ്ററേച്ചർ ആൻഡ് ഫുഡ് ഓഫ് ജപ്പാൻ. ജപ്പാന്റെ ലിറ്ററേച്ചറും സാഹിത്യവും അതുപോലെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചു കൊടുക്കണം. ആദ്യത്തേത് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ വരുന്നത് എന്തൊക്കെയാണ്? കൊജിക്കി ഈസ് എ വർക്ക് ദാറ്റ് ഡിസ്ക്രൈബ്സ് ട്രഡീഷണൽ ഹിസ്റ്ററി. ട്രഡീഷണൽ ഹിസ്റ്ററി, അതായത് പാരമ്പര്യമായിട്ടുള്ള ചരിത്രം വ്യക്തമാക്കുന്ന വർക്കാണ് കൊജിക്കി എന്നുള്ളത്. അതുപോലെ നമുക്ക് വേറെ എന്തെഴുതാം? നിഹോൺ ഷുക്കി, അനദർ ആൻഷ്യൻ ഹിസ്റ്ററി ബുക്കാണ്. ഓർ ഹൈക്കു, എ ട്രഡീഷണൽ ഫോം ഓഫ് ഷോർട്ട് പോയട്രി. അതുപോലെ ദ ടെയിൽ ഓഫ് ഗെഞ്ചി, ഓഫ്റ്റൻ കൺസിഡേർഡ് ദ വേൾഡ്സ് ഫസ്റ്റ് നോവൽ. ലോകത്തിലെ തന്നെ ആദ്യത്തെ നോവലായിട്ട് ദ ടെയിൽ ഓഫ് ഗെഞ്ചി, അതും ജപ്പാന്റെ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റം, പ്രധാനപ്പെട്ട ഭക്ഷണം അരിയാണ്. സുഷി ഓർ സഷീമി, അത് ഫ്രഷ് റോ ഫിഷും അല്ലെങ്കിൽ അതുപോലെ സീ ഫുഡും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തുണ്ടാക്കുന്ന ഫുഡാണ്. പിന്നെ മിസോ സൂപ്പ് ഓർ ടെമ്പൂറ, ഇതും നിങ്ങൾക്ക് എഴുതാം. ആക്ടിവിറ്റി 3, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്വസ്റ്റ്യൻ എ, ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ C രാധാകൃഷ്ണൻ, ഡോക്ടർ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അതിൻ്റെ ചെയർമാൻ വരുന്നത്.
Question B. Write down the fundamental objectives of the Indian Constitution that are reflected in the given features. നമുക്ക് താഴെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് എന്ത് ഒബ്ജക്റ്റീവാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്ത് ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എഴുതണം. ആദ്യത്തെ നോക്കൂ. ദ ഹെഡ് ഓഫ് ദ നേഷൻ ഈസ് ഇലക്റ്റഡ്. നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ തലവനെ നിശ്ചയിക്കുന്നത്, തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നത് നമ്മളുടെ എന്താണ് മക്കളെ, എന്ത് പ്രത്യേകതയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ? റിപ്പബ്ലിക് ആണ്. റിപ്പബ്ലിക് എന്നുള്ള പ്രത്യേകതയാണ്. റെഡ്യൂസസ് ഇനീക്വാലിറ്റി ആൻഡ് എൻഷുവേഴ്സ് സോഷ്യൽ ജസ്റ്റിസ് എന്നതാണ് രണ്ടാമത്തേത്. അതായത് സാമൂഹികപരമായിട്ടുള്ള അസമത്വങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ ജസ്റ്റിസ്, നീതി കൊണ്ടുവരികയും ചെയ്യുന്നു. അത് ഡെമോക്രാറ്റിക് ആണ്, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് എഴുതിയാലും മതി. മൂന്നാമത്തേത് ദ നേഷൻ ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. നമ്മുടെ രാജ്യത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല, മതമില്ല. അത് സെക്യുലർ ആണ്, അതായത് സെക്യുലറിസം എന്ന് എഴുതിയാലും മതി. പിന്നെ പീപ്പിൾ ആർ സൊവേറിയൻ, ജനങ്ങളാണ് പരമാധികാരികൾ. അത് സോഷ്യലിസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇതിലെ ക്വസ്റ്റ്യൻ സി. വാട്ട് ഈസ് മെന്റ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ? A constitutional provision refers to a specific rule, law, or principle that is explicitly written within a country's constitution. These provisions define the framework of the government, the powers of various institutions, and the fundamental rights of its citizens. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ, അല്ലെങ്കിൽ അതായത് ഡെമോക്രസിയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുള്ള, വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള നീതി, നിയമങ്ങൾ, ലോസ്, അതൊക്കെയാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചട്ടക്കൂടും, അതുപോലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കാര്യമായിട്ടുള്ള പവറും, പിന്നെ നമ്മളുടെ എല്ലാ സിറ്റിസൺസിനും, എല്ലാ പൗരന്മാർക്കും ഉള്ളവരുടെ നിയമങ്ങളും ഒക്കെ, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നിയമങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത്. ആക്ടിവിറ്റി 4 രണ്ടെണ്ണമുണ്ട്. ആക്ടിവിറ്റി 4A ഉണ്ട്, 4B ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ആദ്യം എ നോക്കാം. ഓഷ്യൻസ് ആർ വാസ്റ്റ് ബോഡീസ് ഓഫ് വാട്ടർ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ്. കോണ്ടിനെൻറ്റ്സിൻ്റെ ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വാട്ടർ ബോഡീസ് ആണ് വളരെയധികം വിശാലമായിട്ടുള്ള വാട്ടർ ബോഡീസ് ആണ് ഓഷ്യന് എന്ന് പറയുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ എ. പ്രിപ്പയർ എ റീഡിംഗ് കാർഡ് ഫോർ എനി വൺ ഓഫ് ദ ഓഷ്യൻസ് ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഇൻക്ലൂഡിംഗ് ഇൻഫർമേഷൻസ് ഫ്രം ദ ഗിവൺ മാപ്പ്. തന്നിരിക്കുന്ന മാപ്പ് നോക്കിയിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓഷ്യൻ്റെ റീഡിംഗ് കാർഡ് അല്ലെങ്കിൽ നെയിം കാർഡ് തയ്യാറാക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് നോക്കൂ. നെയിം ഓഫ് ദ ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. കോണ്ടിനെൻറ്റ്സ് ഷെയറിംഗ് ബൗണ്ടറീസ്, ഏതൊക്കെ കോണ്ടിനെൻറ്റ്സുമായിട്ട് ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്നുണ്ട്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. ഡീപ്പസ്റ്റ് റീജിയൻ, ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത് പ്യൂർട്ടോറിക്കോ ട്രെഞ്ച് ആണ്. അതർ ഫീച്ചേഴ്സ്, മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ ആൻഡ് ഈസ് എസ് ഷേപ്പ്ഡ്. രണ്ടാമത്തെ വലുപ്പം കൂടിയ ഓഷ്യനാണ്. അതുപോലെ എസ് ഷേപ്പ്ഡ് ഓഷ്യനാണ്. ഇറ്റ് ഈസ് ദ ബിസിയസ്റ്റ് ഓഷ്യൻ ഫോർ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. വളരെയധികം അധികം വ്യാപാരങ്ങളും വാണിജ്യ ബന്ധങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ബിസിയസ്റ്റ് ഓഷ്യനാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇതിലെ 4B ക്വസ്റ്റ്യൻ. ഓഷ്യനോഗ്രഫി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻ. കടലിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ ഓഷ്യനോഗ്രഫി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എ. ഹൗ ഈസ് ദ സ്റ്റഡി ഓഫ് ഓഷ്യൻസ് യൂസ്ഫുൾ ടു അസ്? പ്രിപ്പയർ എ നോട്ട്. ഈ സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം അഥവാ ഈ ഓഷ്യനോഗ്രഫി നമുക്ക് എത്രമാത്രം പ്രയോജനകരമാണ്, അല്ലെങ്കിൽ നമ്മളെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓഷ്യനോഗ്രഫി ഈസ് വൈറ്റൽ ഫോർ സെവറൽ റീസൺസ്. എന്തൊക്കെയാണ് റീസൺസ്? ക്ലൈമറ്റ് റെഗുലേഷൻ. ഓഷ്യൻസ് അബ്സോർബ് ഹീറ്റ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസിങ് ഗ്ലോബൽ വെതർ പാറ്റേൺസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെയധികം നമ്മളുടെ സമുദ്രങ്ങൾ സഹായിക്കുന്നുണ്ട്. ഈ ഓഷ്യനോഗ്രഫി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. റിസോഴ്സ് മാനേജ്മെന്റ്. ഇറ്റ് ഹെൽപ്സ് അസ് ഐഡന്റിഫൈ ആൻഡ് സസ്റ്റൈനബിലിറ്റി മാനേജ് ഫുഡ് സോഴ്സസ് ലൈക്ക് ഫിഷറീസ് ആൻഡ് മിനറൽ റിസോഴ്സസ് സച്ച് ആസ് ഓയിൽ, ഗ്യാസ് ആൻഡ് സോൾട്ട്. അപ്പോൾ നമ്മൾക്ക് വളരെ വലിയ തരത്തിലുള്ളൊരു വിഭവ സമൃദ്ധി, അതായത് മീനുകളും ഫിഷറീസും കാര്യങ്ങളൊക്കെയുള്ള സംഭവങ്ങളും, പിന്നെ അതുപോലെ ഓയിലി, ഗ്യാസ് തുടങ്ങിയിട്ടുള്ള, സാൾട്ട് തുടങ്ങിയിട്ടുള്ള മിനറൽ റിസോഴ്സസിൻ്റെയും വളരെ വലിയൊരു വിഭവ കേന്ദ്രം തന്നെയാണ് നമ്മളുടെ സമുദ്രങ്ങൾ. നേവിഗേഷൻ ആൻഡ് ട്രേഡ്. അണ്ടർസ്റ്റാൻഡിങ് ഓഷ്യൻ കറൻസ് ആൻഡ് ടൈഡ്സ് ഈസ് എസെൻഷ്യൽ ഫോർ സേഫ് മെറിടൈം ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. നമ്മളുടെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഓഷ്യനോഗ്രഫി വഴി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മളുടെ കടലിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, അപ്പോൾ കച്ചവടക്കാരായിക്കോട്ടെ, മീൻപിടുത്തക്കാരായിക്കോട്ടെ, ഒക്കെ അവർക്കൊക്കെ എന്താണ് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബയോഡൈവേഴ്സിറ്റി.
Studying marine life help us protect ecosystem and discover new species that could lead to medical breakthroughs. വളരെ ഒരു ബയോഡൈവേഴ്സിറ്റി നമ്മളുടെ സമുദ്രത്തിലുണ്ട് അല്ലേ. ഒരുപാട് ജീവികളും സസ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവയെക്കുറിച്ച് അവയെ അറിഞ്ഞിട്ട് അവയെ സംരക്ഷിക്കാനും കൺസേർവ് ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് ഓഷ്യനോഗ്രഫി സഹായിക്കുന്നുണ്ട്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ പ്ലക്കാർഡ് ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻ കൺസർവേഷൻ. ഓഷ്യൻ കൺസർവേഷനെ കുറിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയിക്കുന്ന ഒരു പ്ലക്കാർഡ് തയ്യാറാക്കുക. Protect our blue planet. No oceans, no life. They provide 50% of Earth's oxygen. Stop plastic pollution. Keep our waters clean for marine life. Climate shield. Oceans regulate our temperature. Save them to save ourselves. The ocean is the heart of our planet. Let's keep it beating. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കൊട്ടേഷനും പിന്നെ അതുപോലെ സ്ലോഗനൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ പ്ലക്കാർഡ് തയ്യാറാക്കാൻ. ആക്ടിവിറ്റി 5A-യും 5B-യും 2 പാർട്ടുണ്ട്. ആദ്യം നമുക്ക് 5A നോക്കാം. എ നേഷൻ ഈസ് ദ ഫൈനസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ത് നേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എ, ഐഡന്റിഫൈ ദ എലമെന്റ്സ് ഓഫ് എ നേഷൻ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ നേഷ്യൻ്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്? പോപ്പുലേഷൻ, അതുപോലെ ടെറിട്ടറി, ലാംഗ്വേജ്, സൊവേറിനിറ്റി. ഇതിൽ പോപ്പുലേഷനും ടെറിട്ടറിയും സൊവേറിനിറ്റിയുമാണ് ഒരു നേഷ്യൻ്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ 1, 2 and 4 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതിലെ ക്വസ്റ്റ്യൻ ബി, പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് സൊവേറിനിറ്റി ആസ് എൻ എലമെന്റ് ഓഫ് നേഷൻ. നമ്മുടെ നേഷ്യൻ്റെ ഒരു എലമെന്റ് ആണ് സൊവേറിനിറ്റി. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് കുറിപ്പായിട്ട് എഴുതുക. Sovereignty is the supreme power or authority of a state to govern itself. ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. ആ പവറിനെയാണ് നമ്മൾ സൊവറിനിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ എലമെന്റ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷസ് എ നേഷൻ സ്റ്റേറ്റ് ഫ്രം അതർ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ഒരു രാഷ്ട്രത്തിനെ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പുറത്തു നിന്നുള്ള ഇടപെടൽ ഇല്ലാതാക്കാനാണ് എന്ത് സൊവറിനിറ്റി, അല്ലെങ്കിൽ അതിനുള്ള ഇടപെടൽ ഇല്ലാതാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ അതിന് സമ്മതിക്കുന്നില്ല. പുറത്തു നിന്നുള്ള ഒരു ഇടപെടലിനും സമ്മതിക്കുന്നില്ല. ഇറ്റ് ഹാസ് 2 മെയിൻ ഡയമെൻഷൻ. ഇതിന് പ്രധാനമായിട്ടും 2 ഡയമെൻഷൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് വരുന്നത് ഇന്റേണൽ സൊവറിനിറ്റി. ദ സ്റ്റേറ്റ് ഹാസ് ദ അബ്സൊല്യൂട്ട് പവർ ടു മേക്ക് ആൻഡ് എൻഫോഴ്സ് ലോസ് ഓവർ ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ലിവിംഗ് വിത്തിൻ ഇറ്റ്സ് ടെറിട്ടറി. നോ അതർ ഇന്റേണൽ ബോഡി സുപ്പീരിയർ ടു ദ സ്റ്റേറ്റ്. അതിൽ ആദ്യത്തേത് ഇന്റേണൽ സൊവറിറ്റിയാണ്. അതെന്താ മക്കളെ? ഒരു സ്റ്റേറ്റിന് അവരുടെ പ്രദേശത്തുള്ള, അതായത് അവരുടെ അതിർത്തിക്കുള്ളിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ വേണ്ട ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. പുറത്തു നിന്നുള്ള ഒരു ശക്തിയെയും അതിന് ബാഹ്യ ഇടപെടലുകൾക്കൊന്നും അതിനെന്തുള്ള സാധ്യമല്ല. രണ്ടാമത്തേത് എക്സ്റ്റേണൽ സൊവറിനിറ്റിയാണ്. ദിസ് മീൻസ് ദ നേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫോറിൻ കൺട്രോൾ. ഇത് വിദേശ ശക്തികളുടെ ഇടപെടൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇല്ല എന്നുള്ള റൂളാണ് എന്ത് എക്സ്റ്റേണൽ സൊവറിനിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ റൈറ്റ് ടു കണ്ടക്ട് ഇറ്റ്സ് ഓൺ ഫോറിൻ പോളിസി, enter into treaties, and is recognized as an equal member of the international community. Without sovereignty, a territory may have people and land, but it remains a colony or a dependency rather than a true independent nation. ഇപ്പോൾ ഈ സൊവറിനിറ്റി എന്നുള്ളൊരു ഫീച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും? ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു നേഷൻ എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? ഒരിക്കലും നമുക്കതൊരു ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതായത് പുറത്തുനിന്നുള്ള ഒരു ബാഹ്യ ശക്തിയാണ് നമ്മളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? സ്ലേവേഴ്സ് ആണ് അല്ലേ? നമ്മളൊരിക്കലും ഇൻഡിപെൻഡൻ്റ് അല്ല. സോ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നേഷൻ എന്ന് പറയണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും വേണ്ട ഒരു ഘടകമാണ് സൊവറിനിറ്റി. ഇനി ആക്ടിവിറ്റി 5B നോക്കൂ. The laws, policies and programs of the nation are implemented through various bodies of the government. ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെൻറ്റ് ബോഡീസ് ആണ് ഒരു രാജ്യത്തിന് വേണ്ട ലോസും പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നിർമ്മിക്കുന്നതും അത് കാര്യനിർവഹിക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള വേരിയസ് ബോഡീസ് ആണ്. Question A, select the correct statements related to the various bodies of the government. The judiciary interprets the laws. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ്? ജുഡീഷ്യറിയാണ്. The legislature implements the laws. ലെജിസ്ലേറ്റർ ബോഡിയാണ് ഈ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. 3, ദ എക്സിക്യൂഷൻ വിങ്സ് ഇംപ്ലിമെന്റഡ് ലോസ്. മൂന്നാമത്തെ ബോഡിയായ എക്സിക്യൂഷൻ വിങ്സ് ആണ് നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. ഇതിൽ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ ബി, എക്സ്പ്ലെയിൻ ഹൗ ദ നേഷൻ ആൻഡ് ദ ഗവൺമെന്റ് ആർ ഇന്റർ റിലേറ്റഡ്. നേഷനും ഗവൺമെന്റും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. The nation and government are deeply connected.
A nation refers to a large body of people united by a common decent history, culture, or language, inhabiting particular territory. The government is the political system by which the nation is administered and regulated. The government acts as the administrative arm of the nation, creating and enforcing laws that reflect the nation's values and protect its citizens. അപ്പോൾ നേഷനും ഗവൺമെൻറ്റും ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഒരു ഏരിയയിൽ താമസിക്കുന്ന വ്യത്യസ്ത സെയിം ലാംഗ്വേജ് പറയുന്നവർ, അല്ലെങ്കിൽ സെയിം കൾച്ചറുള്ളവർ, അല്ലെങ്കിൽ സെയിം ഹിസ്റ്ററി ഉള്ളവരൊക്കെയാണുള്ള താമസിക്കുന്ന ഒരു പാർട്ടാണ് എന്ത് നമ്മളൊരു നേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടെറിട്ടറിയാണ് നമ്മളൊരു നേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അതിർത്തിക്കുള്ളിലുള്ള ആളുകൾ, വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ പല റൂൾസും പല റെഗുലേഷൻസും പല തരത്തിലുള്ള ലോസും ഒക്കെ എന്താണ് എൻഫോഴ്സ് ചെയ്ത് അവരെ അതിൽ കണക്ട് ചെയ്ത് നിർത്തുന്ന സിസ്റ്റമാണെന്ത്? ഗവൺമെൻറ്. സോ ഒരു നേഷൻ്റെ കാര്യങ്ങൾ നല്ലതുപോലെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല വ്യക്തമായിട്ടുള്ള ധാരണകളും നിയമങ്ങളും ഒക്കെ റെഗുലേറ്റ് ചെയ്യിക്കുന്ന, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു നല്ല ഗവൺമെൻറ് ഉണ്ടായിരിക്കണം. സോ ആ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ആ നേഷന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ, അല്ലെങ്കിൽ നിലനിൽപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് പറയാൻ കാരണം. Activity 6. The lifestyle and livelihood of inhabitants in each tinai used to refer based on the geographical peculiarities of the തിനൈസ്. അപ്പോൾ നമ്മൾ 5 തിണകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ തിണകളിൽ 5 തിണകളിലുമുള്ള ആളുകൾ എന്താണ് അവിടുത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്, ഭൂപ്രദേശ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ്, അതിനനുസരിച്ചുള്ള ജോബാണ് അവർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഹെഡ്ലൈൻസ് താഴെ തന്നിട്ടുണ്ട്. 5 ഹെഡ്ലൈൻസ് ഉണ്ട്, നോക്കൂ. ഗ്രാസ് ലാൻഡ്സ് നിയർ ദ ഫോറസ്റ്റ് ആർ ലാഷ്, കാറ്റിൽ റിയറിംഗ് ഈസ് വൈഡ് സ്പ്രെഡ്. പിന്നെ രണ്ടാമത്തേത്, ഫോറസ്റ്റ് റിസോഴ്സസ് ആർ കളക്റ്റഡ് ബൈ കൺസർവിംഗ് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻസ്. ചാഗര ഇൻ ദ സീ, സെലിബ്രേഷൻ ഇൻ ദ കാസ്റ്റ്. ലൂട്ടിംഗ് ആൻഡ് റോബറി ഇൻക്രീസസ് ഇൻ arid regions. ഹാർവെസ്റ്റിംഗ് ഇൻ പാഡി ഫീൽഡ്സ്, എ പ്രോസ്പെറസ് അഗ്രേറിയൻ ലൈഫ്. അപ്പോൾ പല തരത്തിലുള്ള റീജിയനിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഹെഡ്ലൈൻസിൽ തന്നിട്ടുള്ളത്. Question A. Complete the table by relating the situations in the news reports with the geographical features of the തിനൈസ്. അപ്പോൾ നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഓരോ തിണകളും പിന്നെ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അവരുടെ ജോബ് എന്താണെന്നുമാണ് തന്നിട്ടുള്ളത്. അത് വിട്ടുപോയ ഭാഗം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. ആദ്യത്തെ നോക്കൂ, ജിയോഗ്രഫിക്കൽ ഫീച്ചർ വരുന്നത് ഫോറസ്റ്റും മൗണ്ടൈനും ആണ്, കാടും മലകളൊക്കെ. അവരുടെ പ്രധാന ജീവിത മാർഗം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, അതായത് വനവിഭവങ്ങളുടെ ശേഖരണമാണ്. ആ തിണയുടെ പേര് കുറിഞ്ചി എന്നാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ തിണ മുല്ലയാണ്. അവരുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചർ വരുന്നത് ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആണ്. മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് കാറ്റിൽ റിയറിംഗ് ആണ്, കാലി വളർത്തലാണ്. മൂന്നാമത്തെ തിണ എന്ന് പറയുന്നത് പാലയാണ്. അവരുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചർ വരുന്നത് എറിഡ് റീജിയൻ ആണ്, അതായത് വരണ്ട പ്രദേശമാണ്. അവരുടെ ലൈവ്ലിഹുഡ് എന്താണ്? ലൂട്ടിങ് ഓർ റോബറി ആണ്, അല്ലെങ്കിൽ കൊള്ളയും കവർച്ചയൊക്കെയാണ്. പിന്നെ അതുപോലെ നാലാമത്തേത് ജിയോഗ്രഫിക്കൽ ഫീച്ചർ കൊടുത്തിട്ടുള്ളത് അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആണ്, കാർഷിക മേഖലയാണ്. അവരുടെ ജീവിത വരുമാനം അഗ്രികൾച്ചറാണ്, കൃഷിയാണ്. സോ ആ തിണ വരുന്നത് മരുതമാണ് കേട്ടോ. പിന്നെ അഞ്ചാമത്തെ തിണ വരുന്നത് നെയ്തലാണ്. അവരുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചർ അവർ തീരപ്രദേശത്താണ്, കോസ്റ്റൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത മാർഗം ഫിഷിങ്ങും അല്ലെങ്കിൽ സോൾട്ട് പ്രൊഡക്ഷനുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ ചോദ്യ പേപ്പറുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്